അങ്ങനെ നമ്മൾ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഇനി പിന്നെ 11:05 നമുക്ക് ഫ്ലൈറ്റ് കൊച്ചി എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ സമയമുണ്ട് ഇനിയും. ഇപ്പോൾ സമയം 6:45 ഉള്ളൂ. 1 അവർ ട്രാഫിക് കാണിക്കുന്നുണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ വണ്ടി ഇപ്പോൾ വരും. എന്നിട്ട് നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ഇനി സമയമുണ്ട് കുറച്ച്. അപ്പോൾ നമുക്കിനി ഓരോ പ്രൊസീജിയറായിട്ട് ചെയ്യാം. എല്ലാവരും വരുന്നുണ്ട്. യാപ്പിൽ കഴിഞ്ഞോ? യെസ്. വാ വാ വാ, അമ്മേനെ കഴിഞ്ഞില്ലേ? വാ. ഇതെല്ലാം കൊണ്ടത്തരും. അപ്പോൾ അങ്ങനെ നമ്മൾ ലഗേജ് ഡ്രോപ്പിൽ കയറ്റി വിട്ടു. അപ്പോൾ ക്യാബിൻ്റെ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഫുള്ള് ചെക്കിൻ ബാഗ് തന്നെ എടുത്തു. ശരിക്കും അത് ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ഇപ്പോൾ അവരങ്ങനെ നമുക്കൊരു അപ്ഗ്രേഡ് തന്നു. അപ്പോൾ ഇനി മുന്നോട്ടേക്ക് പോകും. അങ്ങനെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫ്ലൈറ്റ് 15 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ കുറച്ച് നേരം ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കറങ്ങി 1-2 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്കിനി നേരെ ലോഞ്ചിലേക്ക് പോകാം. ലോഞ്ചിൽ ഇപ്പം വളരെ ചുരുക്കം ചില കാർഡുകൾ ആക്സസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അവർ HDFCൻ്റെ കാർഡ്സ് ഒന്നും ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ലോഞ്ചിലുള്ള ആക്സസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. അവിടെ നിന്നങ്ങ് ഓർഡർ ചെയ്യും. ഇനി ഗേറ്റ് നോക്കിയിട്ട് പോകണം. പിന്നെ നേരെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. and small carry-on items such as laptop cases and handbags are to be placed under the seat in front of you. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ബോർഡ് ചെയ്തു. വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അവരെ ബസ് വന്നില്ല, അത് ലേറ്റാവും. അപ്പോൾ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ വല്ലാതെ കൂടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയിട്ട് ബാക്കി പ്രൊസീജിയർ ചെയ്തിട്ട് അവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് നമ്പർ 5 പോകാനാണ് പറഞ്ഞു. ബാഗേജ് ക്ലെയിം 5. അപ്പോൾ ഇനി അവിടെ പോയിട്ട് നോക്കാം ബാഗ് വന്നു എന്താ അവസ്ഥ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഗൈഡിനെ കിട്ടി. അപ്പോൾ അവരൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടി അറേഞ്ച് ചെയ്യാനാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവർ വിളിക്കാമെന്നാണ് പറഞ്ഞു. അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ പുറത്ത് വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഭാഗത്തെ അറൈവലിൽ തന്നെ അവർ പ്ലക്കാർഡ് പിടിച്ച് നിൽക്കേണ്ടതായിരുന്നു. കുറേ ഗൈഡുണ്ട്. അപ്പോൾ നമ്മൾ പേര് കണ്ടപ്പോൾ നമ്മൾ പോയി കോൺടാക്ട് ചെയ്തത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്ന വഴി നേരെ പോയത് ബാങ്കോക്കിലുള്ള വിറ്റ്സ് ഹോട്ടലിലേക്കാണ്. അവിടെയാണ് നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റേ ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് പിന്നെ എയർപോർട്ടിൽ നിന്ന് വന്നതല്ലേ, സൈറ്റ് സീയിങ്ങിനൊക്കെ മുന്നേ ഒന്ന് ഫ്രഷൻ അപ്പ് ആവാൻ വേണ്ടിയുള്ളൊരു അറേഞ്ച്മെൻറ്റ് അവർ ചെയ്തു തന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിടെ നിന്നാണ്. അങ്ങനെ നമ്മൾ റൂമിൽ ഒരു ഡ്രോപ്പ് ചെയ്തു. ഇനി ഒരു 9:30 വരെ സമയമുണ്ട്, അതുവരെ റെസ്റ്റ് എടുക്കാം. ഇനി അവിടുന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകേണ്ട കാര്യമുള്ളൂ. ഇപ്പം സമയം ഇത് തെറ്റാം, ഇത് നാട്ടിലത്തെ സമയമാണ്. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോയിട്ട് റൂമൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, എന്തായാലും സമയമുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ബുഫേ നടക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. നമ്മളിവിടെ സ്റ്റേ ഇല്ലായിരുന്നെങ്കിലും നമുക്ക് അവരൊരു ഫ്രഷനപ്പും പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റും അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിവിടെയാണ്. ഇവിടെ രാവിലെ തന്നെ ചോറ്, പിന്നെ എഗ് ഫ്രൈഡ് റൈസ്, ഗ്രീൻ ചിക്കൻ, തായ് ചിക്കൻ കറി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഫസ്റ്റ് കൗണ്ടറിലുള്ളത്. പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ നമുക്ക് വഴിയെ നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. കറീൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ നാട്ടിലെ കറിയായി ഇതിന് യാതൊരു വിധ ബന്ധവുമില്ല.
നമുക്കെല്ലാം ഒന്ന് സാമ്പിൾ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടം വരെ വന്നിട്ട് പിന്നെ ഈ ദോശ ഇഡ്ഡലിയും കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ. നമുക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളതെല്ലാം. കുറച്ച് പറ്റുമോ ഇല്ലേന്നറിയില്ലല്ലോ. ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് തന്നെ അധികം വിശപ്പില്ല. അതുകൊണ്ട് എല്ലാം കുറച്ച് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ നിന്ന് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യും. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രഷനപ്പ് ആവാനും ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. നമുക്കിനി റൂമുള്ളത് പട്ടായയിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഇനി വേറൊരു ഹോട്ടലാണ് ചെക്ക് ഇൻ ചെയ്യുക. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. നേരത്തെ ഇതിലൂടെ ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടെ ഫെറി പോലെ എന്തൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. അടിപൊളി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ ബൈ.